was coming soon. Praise the Lord. Hallelujah. ഇന്ന് പല പ്രോഗ്രാമും നമ്മുടെ മധ്യേ നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു പോകാം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നമ്മൾ വായിക്കുവാനിടയായി തീർന്നത് 103-ാം സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. അതിൻ്റെ ഇടയിൽ കാണുവാനിടയായി തീരും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം കാണുവാനിടയായി തീരുന്നു. We have several things lined up today, so without further ado, let us go to the psalm that we've just read. When we go to Psalm 103, we can see that it's a psalm of David. കഴിഞ്ഞ ആഴ്ച ഞാൻ ടോർക്കയിലായിരുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹമായിരുന്നു. അനുഗ്രഹപ്പെട്ട നല്ല സാന ശുശ്രൂഷയും ഹല്ലേലൂയ ആരാധനയൊക്കെ നടക്കുവാനിടയായി തീർന്നു. എല്ലാ മഹത്വം ദൈവത്തിന് അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ എബി പാസ്റ്റർ ആ സമയത്തോടെ മീറ്റിംഗ് നടത്തുവാനിടയായി തീർന്നു. പ്രത്യാൽ നന്ദി അറിയിക്കുന്നു. Last week I was in Turkey attending worship. I also attended a baptism, which was a beautiful occasion. Ebi pastor led the worship in my absence, and I thank him for that. നമ്മളിത് വായിച്ച സങ്കീർത്തനം 103-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let us go to this, verses 1 and 2 of the psalm that we've just read. Bless the Lord, O my soul, and all that is within me, bless his holy name. Bless the Lord, O my soul, and forget not all his benefits. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ കപടമില്ലാത്ത അതരം കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പാടുന്ന ഹല്ലേലൂയ ഒരു പാട്ടാണ് 103-ാം സങ്കീർത്തനം. As David comes into the presence of the Lord, Psalm 103 is a song that he sings without any hypocrisy. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കപടമില്ലാത്ത നേരുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അതിനുമേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാനിടയായി തീരും. When we come to the Lord in sincerity and truth and without hypocrisy, then the Lord will come to us. ആദ്യത്തെ വാക്യത്തിനെ കാണുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. In verse 1 we read, bless the Lord, O my soul, and all that is within me, bless his holy name. ഇവിടെ ദാവീദ് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. Here we can see David praising the Lord from the bottom of his heart. ഇവിടെ രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്. In verse 2 we read, bless the Lord, O my soul, and forget not all his benefits. അല്പനേരം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറന്നു പോകരുത്. ഇതിനു മുൻപ് നമ്മൾ അല്പമായി വേറൊരു ഭാഗം ചിന്തിച്ചു, എന്നാൽ അതിന്റെ അടുത്തൊരു ഭാഗം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. Today let us meditate on not forgetting all the blessings and benefits that the Lord has given us. We have discussed similar themes before, but today we want to discuss this. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ദൈവം ചെയ്ത ഉപകാരങ്ങൾ. നമ്മുടെ ജനനം മുതൽ ഇതുവരെയും അശ്വനി സിസ്റ്റർ പാടാനേരം ആ വാക്ക് തന്നെ പറയുവാനിടയായി തീർന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തിന്റെ ഉപകാരങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മൾ മറന്നു പോകരുത്. ഓരോ ദിവസവും ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. As we go through our lives, we often forget the benefits and the blessings that the Lord has given us. As Sister Ashwini mentioned during the worship, we should always remember the benefits that the Lord has given us. Praise the Lord. ഇസ്രായേൽ മക്കൾക്ക് അനേകം നന്മകൾ ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ചു, മന്ന കൊടുക്കുവാനിടയായി തീർന്നു. അവർ കടന്നുപോയപ്പോൾ അനേക ജാതികളെ ഹല്ലേലൂയ സ്തോത്രം കീഴടക്കുവാനിടയായി തീർന്നു. എന്നാൽ എന്നറിയാമോ, അവർ പെട്ടെന്ന് അത് മറന്നു പോകുവാനിടയായി. As the children of Israel were led through the wilderness, they experienced many blessings of the Lord. The Red Sea parted before them. They ate of the heavenly food that was manna, and the Lord destroyed many tribes that were stopping them from traversing. But yet they forgot all of these benefits. ഞായറാഴ്ച കടന്നു വന്ന ദൈവങ്ങളോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ദൈവം കഴിഞ്ഞ നാൾ ചെയ്ത നന്മകൾ ഉപകാരങ്ങളെ മറന്നു പോകാതെ കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. So today as we are gathered here this Sunday, let us thank the Lord for all the blessings and benefits that he has given us. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ മനുഷ്യരായിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുക, ദൈവത്തിനൊന്നും കൊടുക്കത്തില്ല. ദൈവത്തിന് കൊടുക്കണമെന്നറിയാമോ, സ്തുതി സ്തോത്രങ്ങളും ഹല്ലേലൂയ കൊടുക്കുവാനിടയായി തീരണം. Oftentimes we humans are ready to accept the blessings and benefits of the Lord, but are not ready to give anything back to the Lord. So what can we give back to the Lord? It is our praise and our worship. അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കാം. 5 വാക്യങ്ങൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ പറ്റി ഹല്ലേലൂയ കാണുവാനിടയായി തീരും. In verses 3, 4 and 5, this psalm tells us what kind of benefits and blessings that the Lord has given us. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. Who forgives all your iniquities, who heals all your diseases, who redeems your life from destruction, who crowns you with loving kindness and tender mercies, who satisfies your mouth with good things, so that your youth is renewed like the eagles.
ഒന്നാമത് കാണുന്നത് ഹല്ലേലൂയ നമ്മുടെ അകൃത്യങ്ങളെ, നമ്മുടെ പാവങ്ങളെ മോചിക്കുന്ന ഒരു കർത്താവ്. ഏറ്റവും കൂടുതൽ കാര്യം ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ പാപികളായിരുന്നപ്പോൾ യേശു കർത്താവ് കടന്നു വന്ന ക്രൂശിനുമേൽ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് നമ്മുടെ പാപത്തെ മോചിക്കുവാനിടയായി തീർന്നു. The first and greatest benefit that the Lord gives us is the forgiveness of our sins and our iniquities. When we were mired in sin, the Lord sent His only Son Jesus Christ, who shed His last drop of blood on the cross so that we might be saved from our sins. നമ്മുടെ ദൈവം നമ്മുടെ അകൃത്യങ്ങളെ, നമ്മുടെ പാവങ്ങളെ, നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷവും അനേക പാവങ്ങൾ, അകൃത്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, തെറ്റുകൾ ചെയ്യാറുണ്ട്. എന്നാൽ കൊച്ചു കുഞ്ഞിൻ്റെ കൂട്ട് പിതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ പാവം ഇന്ന് ക്ഷമിച്ചു തരുന്ന ആ ദൈവത്തെ നമ്മൾ എത്ര സ്തുതിക്കുവാനിടയായി തീരണം. How much more should we thank our Lord when we remember all the sins that we've committed after we became Christians, and yet when we came to Him just as a little child would to his father and asked for forgiveness, He forgave us. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ എത്ര വലിയ പാവമായിരുന്നാലും നമ്മളെ ക്ഷമിക്കുന്ന ഒരു കർത്താവിനെ പറ്റി കാണുവാനിടയായി തീരും. In Isaiah 1:18 we see a Lord who forgives our sins even when it's a grave one. വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. Come now and let us reason together, says the Lord. Though your sins are like scarlet, they shall be as white as snow. Though they are red like crimson, they shall be as wool. പ്രൈസ് ദി ലോർഡ്. ചെറിയ പാവമോ കടും ചുവപ്പുള്ള വലിയ പാവമോ നമ്മൾ ചെയ്താലും ഹല്ലേലൂയ അതിനെ എല്ലാത്തിനെയും ഹിമം പോലെ ഹല്ലേലൂയ പഞ്ഞി പോലെ വെളുപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ കുറ്റമറ്റ മനസാക്ഷിയോടെ അല്ല പശ്ചാത്താപത്തോടെ ഇരുന്ന് ദൈവത്തോടെ നമ്മുടെ വായുകളെ തുറന്നത് ഏറ്റു പറയുന്നെങ്കിൽ ക്ഷമിക്കുന്ന ഒരു കർത്താവിനെ കാണുവാനിടയായി തീരും. Even though our sins be as badly stained as scarlet and crimson, when we come to the Lord with repentance, He is ready to forgive us and turn it into as white as snow. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് കാണുവാനിടയായി ചേർന്നത്. ഇവിടെ കാണുന്നത് കടും ചുവപ്പായിട്ടുള്ള പാപം. ഹല്ലേലൂയ, സ്തോത്രം. രക്താംബരം പോലെയുള്ളത്, ഇത് ചുവപ്പിനെ കാണിക്കുന്നു. യേശുവിൻ്റെ രക്തവും ചുവപ്പുള്ളതാണ്. ആ ഹല്ലേലൂയ ചുവന്ന രക്തമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കുവാനിടയായി തീർന്നത്. യേശുവിൻ്റെ ഒരു തുള്ളി ബ്ലഡ്, ഹല്ലേലൂയ യേശുവിൻ്റെ രക്തം ക്ലെയിം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നറിയാമോ, നമുക്ക് വിടുതലും സൗഖ്യവും മാത്രമല്ല പാപങ്ങൾക്കുള്ള അല്ലെങ്കിൽ വിടുതൽ ലഭിക്കുവാനിടയായി തീരും. Here our sins are compared to scarlet and crimson stains, and if you remember, it was Jesus' blood that is shed for us so that our sins which are as scarlet and crimson might be blotted away. So if we come to the Lord with repentance, then He is ready to turn our sins as white as snow. നമ്മൾ രണ്ടാമത് വായിക്കുവാനിടയായി തീർന്നത് അവന് ഒന്നാമത് നമ്മുടെ അകൃത്യങ്ങളെ മോചിച്ചു, രണ്ടാമത് കാണുന്നത് രോഗത്തിന് സൗഖ്യം ലഭിക്കുവാനിടയായി തീർന്നു. Firstly, as we just discussed, He forgives our sins, and secondly, He heals our diseases. ലൂക്കാ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ കാണുമ്പോൾ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്ത ഹല്ലേലൂയ അത്ഭുതങ്ങളെ കാണുവാനിടയായി തീരും. As we go to Luke chapter 13 verses 11 onwards, we can see the miracles that the Lord did when He was on this earth. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടിട്ട് അടുക്കൽ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. And behold, there was a woman who had a spirit of infirmity 18 years and was bent over and could in no way raise herself up. But when Jesus saw her, He called her to Him and said to her, Woman, you are loosed from your infirmity. And He laid His hands on her, and immediately she was made straight and glorified God. നമ്മുടെ ദൈവം പാപങ്ങളെ മാത്രം കഴിയുന്ന ഒരു ദൈവമല്ല, രോഗത്തിന് സൗഖ്യം നൽകുന്ന ഒരു ദൈവമാണെന്ന് പൽക്കാലം നമ്മൾ ആരാധിക്കുന്ന ദൈവം. Our God not only forgives our iniquities, but He's also capable of healing our diseases. യേശു ജീവിച്ചിരുന്ന കാലത്ത് 1-2 ദിവസമല്ല, 18 വർഷമായിട്ട് കൂനിയായിരുന്ന ഒരു സ്ത്രീയാണ് ആലയത്തിലേക്ക് എല്ലാ ദിവസവും കടന്നു വരും. എൻ്റെ വിടുതൽ എന്ന് ലഭിക്കുമെന്ന് ഹൃദയത്തിൽ ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ കടന്നു വരുന്നത്. In Jesus' time, there was a woman who had been suffering from infirmity for 18 long years, and she would be coming to the synagogue so that she would get some sort of deliverance. യേശു അവിടെ രോഗാവസ്ഥ കണ്ടിട്ട്, ഹല്ലേലൂയ, കഴിഞ്ഞ 18 വർഷമായി നീ കുനിഞ്ഞു നടക്കുകയാണ്, മേലോട്ടുള്ളത് നോക്കുവാനോ കാണുവാനോ കഴിയാതെ നിന്നെ ഹല്ലേലൂയ ഈ ലോകത്തിലെ പിശാച് കുനിച്ചിരിക്കുകയാണ്. എന്നാൽ യേശു കടന്നു വന്ന് ആ രോഗാത്മാവിനെ ശാസിച്ചു, അവൾ രോഗം വിട്ടുമാറി അവൾ ഉയരത്തിലേക്ക് നോക്കുവാനിടയായി തീർന്നു.
Just as that woman got deliverance from the Lord, if you are been bent and if you are suffering from diseases caused by Satan, then if you come to the Lord, then He is capable of giving you deliverance. 12-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ യേശു അവളെ കണ്ടു. ഇന്ന് പൽക്കാലം കടന്നു വന്ന ദൈവമക്കളെ യേശു കാണുന്നുണ്ട്. Today, if you have come to the Lord, then He sees you, just as we read in verse 12 that Jesus saw the woman. യേശു അത് കണ്ടിട്ട് നമ്മൾ കണ്ടിട്ട് പലപ്പോഴും പറയും, അയ്യോ സഹതാപത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത്. എന്നാൽ യേശു കടന്നു വന്നാൽ അങ്ങനെയല്ല. യേശു കണ്ടിട്ടെന്നറിയാമോ, അവളെ അരികിലേക്ക് വിളിച്ചു. ആ യേശുവിൻ്റെ സ്നേഹം, ഹല്ലേലൂയ, ആ കമ്പാഷൻ, ആഴത്തിലുള്ള സ്നേഹം അവിടെ കാണുവാനിടയായിത്തീരും. Oftentimes when we see a sick person, we just have a show of sympathy towards them and do nothing about it. But when Jesus saw this person who was infirm, he called her to Him. ഇതുപോലെ സമൂഹത്തിൽ അനേകം പേര് കഷ്ടത്തിലും പ്രയാസത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളവരെ കണ്ടിട്ട് സഹതാപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ട് പോകുവാനല്ല, ദൈവം നൽകിയ നന്മയ്ക്കൊത്തവണ്ണം അവരെ സ്നേഹിപ്പാൻ, ആഴമേറിയ സ്നേഹം നമ്മൾ അവരുടെ മേൽ കാണിപ്പാനിടയായിത്തീരണം. So when we see people who are struggling in the society around us, people who are suffering from diseases, or people who are going through financial difficulties, we must not make just a show of sympathy and do nothing about it, but we must give them a part of our blessing and do something about it. ഹല്ലേലൂയ. യേശു കണ്ടു, വിളിച്ചു. അവിടെ കൊണ്ട് ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞല്ല, അടുത്ത് പറഞ്ഞു, അധികാരമുള്ളവന് അധികാരത്തിന്റെ ശബ്ദം വായിൽ നിന്ന് പുറപ്പെടുവാനിടയായി തീർന്നു എന്ന്, നിന്റെ രോഗബന്ധനത്തെ അഴിച്ചിരിക്കുന്നു എന്ന്. So Jesus did not give her mere words, but rather He spoke His words with authority and told her that she was loose from her infirmity. ദൈവത്തിന് 18 വർഷമോ 18 ദിവസമോ 100 ദിവസമോ ആയതിൻ്റെ പഴക്കമല്ല വ്യത്യാസം. ദൈവസ്ഥനിലേക്ക് അടുത്ത് വരുമ്പോൾ, ദൈവം എന്നെ നിന്നെയും കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്സാൽ, ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ നിന്നെയും വിളിച്ചു വേർതിരിപ്പാനിടയായി തീരും. Jesus does not care about how old your problem is, but if you come to Him, then He is capable of separating you for Him and delivering you. 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, കുറച്ച് സമയത്തിന് ശേഷമല്ല വിടുതൽ വ്യാപരിച്ചത്, ക്ഷണത്തിൽ വിടുതൽ വ്യാപരിപ്പാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഹല്ലേലൂയ സെക്കൻഡ് കണക്കിന് പെട്ടെന്ന് ദൈവത്തിൻ്റെ വിടുതൽ വ്യാപരിക്കുവാനിടയായി തീരും. And in verse 13 we see that as soon as Jesus placed His hands on her, immediately she was healed. അതുവരെ കുനിഞ്ഞു നടന്ന അവളെന്തറിയാമോ, നിവരുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമ്മൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിവർന്ന് ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. അവൾ അവിടെ വായിക്കുവാനിടയായി തീർന്നത്, അവൾ നിറഞ്ഞ ഹല്ലേലൂയ നേരെ എന്നിട്ട് അറിയാമോ, ഭവനത്തിൽ പോയെന്നല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവം എന്തെങ്കിലും ഉപകാരങ്ങളോ നന്മകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പൽക്കാല ഹൃദയത്തിൻ്റെ ആഴങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീരണം. And as soon as He laid His hands on her, the woman who had been bent over for 18 years was suddenly able to raise herself up, and she did not just leave the place, but rather she stayed there and glorified God. ഹല്ലേലൂയ. മൂന്നാം നമുക്കിവിടെ കാണുവാനിടയായി തീരുന്നത്, ജീവനെ വിടുവിക്കുന്ന ഒരു ദൈവത്തെ കാണുവാനിടയായി തീരും. And thirdly, we can see a God who helps us to escape from difficulties in life. ഹല്ലേലൂയ. സങ്കീർത്തനം 40-ാമത്തെ വാക്യം വായിക്കാം. Let's go to Psalm 40 verse 2. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. He also brought me up out of a horrible pit, out of the miry clay, and set my feet upon a rock and established my steps. 103-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വിട്ടുവയ്ക്കുന്ന ദൈവം. 40-ാം സങ്കീർത്തനത്തിൽ കടന്നു വരുമ്പോൾ നാശകരമായ കുഴിയിലായിരുന്നു, കുഴഞ്ഞ ചേറ്റിലായിരുന്നു. കഴിഞ്ഞ നാളിൽ യേശുവിനെ അറിയാതെ ജീവിക്കുന്ന സമയമൊക്കെയും അപ്രകാരം ലോകപ്രകാരം കടന്നുപോയി. എന്നാൽ അതിനകത്ത് ദൈവം നമ്മളെ വിടുവിക്കുവാനിടയായി തീർന്നു. In Psalm 103 verse 4, we see a Lord who's capable of taking us out of redeeming our life from destruction. And in Psalm 40 verse 2, we can see a Lord who's capable of taking us out of the miry pit. So when we pray to Him, He is capable of taking us out of difficult situations that we face in life. നമ്മുടെ ചുറ്റുപാട് ഇന്നും അനേകം പേര് നാശകരമായ കുഴിയിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. ആ കുഴിയിൽ നിന്ന് കരക്കേറിയ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവരുടെ കിടക്കട്ടെ എന്ന് പറയുമല്ല, നമ്മൾ എന്ത് ചെയ്യണം, അവരെ കൂടെ പിടിച്ച് കയറ്റുവാൻ, ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തുവാൻ വലിയൊരു ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. But we have to remember that many people around us are still struggling in this miry pit. So it is our responsibility as Christians to lift these people out and help them to stand on the rock that is Christ. ഹല്ലേലൂയ. അതിനുശേഷം അറിയാമോ, ക്രിസ്തുവാകുന്ന പാറമേൽ എന്നെ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുവാനിടയായി തീർന്നു. And the
the Lord took us out of the miry clay and set our feet upon the rock that is Christ and established our steps. അടുത്ത മൂന്നാമത്തെ വാക്കിൽ വായിക്കുന്നത് പഴയ പാട്ടല്ല, എൻ്റെ വായിൽ പുതിയൊരു പാട്ട് വന്നു. ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ദൈവം നാവിൽ തരുന്നത് പുതിയ പാട്ടാണ്. അത് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനാണ്. പഴയത് പല പാട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ സിനിമ പാട്ടുകളോ ലോകപ്രകാര പാട്ടുകളോ അതൊക്കെ മറന്നു കഴിഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന പുതിയ പാട്ട് നാവിൽ തന്നു കഴിഞ്ഞാൽ അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിപ്പാനും ഇടയായി തീരും. And when the Lord lifts us up out of the miry clay, He gave us a new song which was completely unlike every other worldly song that we had sung till that point. So we have our responsibility to sing that new song to the Lord. ആ പാട്ട് എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് സ്തുതി തന്നെ. ആ പാട്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ പലരും കണ്ട് അത്ഭുതപ്പെട്ട് ദൈവസ്ഥനിലേക്ക് ആശ്രയിപ്പാനിടയായി തീരും. And as they see the new song that the Lord has given us, which is praising Him, then many people around us will see it and fear the Lord. ഹല്ലേലൂയ. നാലാമത് ദൈവം ചെയ്ത കാര്യമാണ് ദയയും കരുണയും നമ്മളെ അണിയിപ്പാനിടയായി തീരും. And fourthly, the Lord keeps us in His mercy and truth. ലോകത്തിൽ അനേകം മനുഷ്യരുണ്ടെങ്കിലും പലർക്കും ദയയില്ലാതെ സ്നേഹമില്ലാതെ, നല്ല ശമരിയക്കാരൻ്റെ കഥ നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. വഴിയിൽ കള്ളന്മാരാൽ മുറിവേറ്റ് കിടക്കുന്ന ആ വ്യക്തിയെ പല വ്യക്തികളും നോക്കിയിട്ട് കടന്നു പോകുവാനിടയായി തീർന്നു. We know the story of the Good Samaritan who saw the wounded man and attended to him with compassion and with mercy. എന്നാൽ നല്ല ശമരിയക്കാരൻ എന്തറിയാമോ? ആ കഴുതയുടെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഹല്ലേലൂയ ആ മുറിവുകളെയൊക്കെ വെച്ച് കെട്ടിയിട്ട് താൻ ഇരിക്കേണ്ട കഴുതപ്പുറത്ത് അതിനെ ഇരുത്തിയിട്ട് സത്രത്തിൽ കൊണ്ടുവന്ന് ആക്കുവാനിടയായി തീർന്നു. While many others ignored the wounded man, the Good Samaritan got down from his donkey and tended to the wounds of the wounded man, put him on his donkey and took him to the inn and made sure that he was well cared for. അതുമാത്രമല്ല, ഇനി അധികം ചിലവായി കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടാണ് പോയത്. യേശു കർത്താവ് നമ്മളെ വീണ്ടെടുക്കുക മാത്രമല്ല ചെയ്തത്, ഇനിയും ചെയ്യുവാൻ അവൻ തയ്യാറായി നിൽക്കുകയാണ്. And not just that, the Good Samaritan promised to the innkeeper that if he spent anything in excess to what he had already paid, then he would cover those expenses. So our Lord did not just take us out of the miry clay, but rather He promised to us that there is a future deliverance. നന്മയും കരുണയും അണിയിക്കുന്ന ദൈവം 23-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ എന്ത് ചെയ്യും? പിന്തുടരുവാൻ, എന്നെ ഫോളോ ചെയ്യുവാനിടയായി തീരും. As we read in Psalm 23 verse 6, goodness and mercy shall follow us all the days of our lives. ഒന്നോ രണ്ടോ ദിവസവുമല്ല, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തെ എന്നറിയുവാൻ തുടങ്ങിയോ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് കടന്നു വന്നോ, അന്ന് മുതൽ ഓരോ ദിവസവും നമ്മുടെ പുറകെ നടക്കുന്നതാണ് നന്മയും കരുണയും അനുഗ്രഹം. നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല, അത് നമ്മളെ ഫോളോ ചെയ്യുവാനിടയായി തീരും. It's not just for 1 or 2 days that this happens, but from the point that we follow the Lord, His goodness and mercy shall follow us, and we need not follow it, and it will follow us till the end of our lives. ലോകത്തിൽ അനേകം പേരെ നമുക്ക് കാണുവാനിടയായി തീരും. സമ്പത്തിനു വേണ്ടി, പണത്തിനു വേണ്ടി, ലോക കാര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പുറകെ ഓടി അനേകം പേര് ഹല്ലേലൂയ നാശത്തിൽ ചെന്ന് വീഴുവാനിടയായി തീരും. എന്നാൽ ക്രിസ്തുവിൻ്റെ പുറകെ ഓടിക്കഴിഞ്ഞാലുണ്ടല്ലോ, അതിൻ്റെ കൂടെ എല്ലാം നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നൽകുവാനിടയായി തീരും. When we look around us, we can see many people in this world who are chasing after riches and glory, and sometimes it leads to their destruction. But if you pursue the Lord, then His goodness and His mercy shall follow you all the days of your life. അതുകൊണ്ട് ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ നമ്മൾ മറന്നു പോകരുത്. So we should not forget all the blessings and benefits that the Lord has given us. ദൈവം ചെയ്ത ഉപകാരങ്ങളും നന്മകളും മറന്നു പോവാതിരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? So what should we do so that we do not forget His blessings and benefits? ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനിടയായി തീരണം. We must come to Him with thanksgiving in our daily prayers. ഹല്ലേലൂയ. ദൈവം ചെയ്ത അത്ഭുതങ്ങളും നന്മകൾ നമ്മുടെ ഡയറിയിൽ എഴുതി വെക്കുവാനിടയായി തീരണം. We should note it down in our diary so that we do not forget it. അത് മാത്രമല്ല, ദൈവം ചെയ്ത നന്മകൾ ഉപകാരങ്ങൾ മറ്റുള്ളവരോട് സാക്ഷ്യം പറയുവാനിടയായി തീരണം. And not just that, we must witness all the good things that the Lord has done for us to the people around us. അത് മാത്രമല്ല, കഷ്ടങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഈ നന്മകൾ അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കുവാനിടയായി തീരണം. And when we go through trials and tribulations, we must bring into remembrance all these things that the Lord has done for us in times past. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ നന്മകൾ മറന്നു പോകാതെ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനിടയായി തീരും. And when we do these things, we'll be able to praise the Lord for all the blessings and benefits that He has given us. സങ്കീർത്തനക്കാരൻ പറയുന്നു,
പറയുന്നത് യഹോവ നല്ലവനെന്ന് രുചിച്ചു നോക്കുവീൻ. എത്രത്തോളം രുചിക്കുന്നുണ്ടോ അത്രത്തോളം മാധുര്യമേറി ആ ഹല്ലേലൂയ ദൈവത്തോട് ചേർന്ന് നടക്കുവാനിടയായി തീരും. As the psalmist says, "Oh, taste and see that the Lord is good." So when we taste and see how the Lord, what the Lord has done for us, we can see that His actions have been good towards us. നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവം എന്നാണ് എൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുക. 103-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. Let's go to verse 8 of Psalm 103, please. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. The Lord is അവൻ എല്ലായ്പ്പോഴും ബത്സിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. The Lord is merciful and gracious, slow to anger and abounding in mercy. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിക്കുവാനിടയായി തീർന്നത് നമ്മുടെ ദൈവം കരുണയും കൃപയും ഹല്ലേലൂയ നിറഞ്ഞ ദൈവമാകും, ദീർഘക്ഷമയും മഹാദൈവമുള്ള ദൈവമാകുന്നു. നമ്മൾ ചെയ്ത അനേക തെറ്റുകൾ, കുറവുകൾ, പാപങ്ങൾ അനവധിയാണ് നമ്മുടെ പുറകിൽ. അതൊക്കെ ദൈവം ഓർത്തു കഴിഞ്ഞാൽ ഇന്ന് ഞാനും നിങ്ങളിവിടെ നിൽക്കത്തില്ലായിരുന്നു. ആ ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. We read in verse 8 that the Lord is merciful, He's gracious, and He's slow to anger and abounding in mercy. If the Lord had brought into remembrance everything that all the sins and iniquities that we had done before Him, then none of us would have been able to stand here, but rather we would have been consumed to destruction. 10-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാത്ത മനുഷ്യർ പലപ്പോഴും നമ്മോട് പകരം ചെയ്യും, എന്നാൽ നമ്മുടെ ദൈവം നമ്മോട് പകരം ചെയ്യുന്ന ദൈവമല്ല. In verse 10, the psalmist reminds us that the Lord has not dealt with us according to our sins, nor punished us according to our iniquities. If we wrong a person, and they will always be waiting for their turn to take revenge, but the Lord does not do that. പ്രൈസ് ദി ലോർഡ്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. എന്നറിയാമോ, ദൈവം ഓർക്കും നമ്മൾ പൊടിയെന്ന് ഓർക്കുവാനിടയായിത്തീരും. മനുഷ്യൻ പലപ്പോഴും ഓർക്കാത്തതാണ് നമ്മൾ പൊടിയാണ്, ഈ മണ്ണിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. അടുത്ത ദിവസം നമ്മൾ ഈ മണ്ണിലേക്ക് തിരിച്ചു പോകണമെന്ന് നമ്മൾ ഓർക്കത്തില്ല. സമ്പത്ത് വരുമ്പോഴും ആരോഗ്യം വരുമ്പോഴും പണം വരുമ്പോഴും പലതും നമ്മൾ മറന്നു പോകുമ്പോൾ ദൈവം നമ്മളെ ഓർക്കുവാനിടയായിത്തീരും നമ്മൾ പൊടിയെന്ന്. The reason for the Lord not dealing with us according to our sins and iniquities is given in verse 14. We read, He knows our frame and He remembers that we are dust. The Lord remembers that we have been taken from dust, and to one day we shall return to dust. So because of that, the Lord in His grace and mercy does not deal with us according to our sins. നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരമോ ഹല്ലേലൂയ ദൈവത്തെക്കാളും ഉന്നത ചിന്താഗതി കടന്നു വരുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മളൊരു പൊടിയാന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അഹങ്കരിക്കുവാൻ പോകത്തില്ല. അടുത്ത നിമിഷം നമുക്കുള്ളതാണെന്ന് ഹല്ലേലൂയ സ്തോത്രം അറിയത്തില്ല. കോവിഡ് കഴിഞ്ഞു, അടുത്തൊരു വൈറസ് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, എംബോള വൈറസ്. ഹല്ലേലൂയ 100-ലധികം ആൾക്കാർ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. അത് ഓരോ രാജ്യങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. When we have a tinge of pride in our heart, we must remember that we do not even have the next moment for ourselves. We have seen one pandemic come through in our life. We are about to see another one. As we have seen in the news, there's a new virus going through Africa. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. എന്നാൽ നമുക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം. അടുത്ത ദിവസം ഇവിടം വിട്ടു പോയാലും ദൈവത്തോടൊപ്പമായിരിക്കും. ആ ഉത്തരവാദിത്വ ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തുജീവിതം മുന്നോട്ട് കഴിക്കുവാനിടയായിത്തീരും. One day we must all say goodbye to this earthly life of ours. But if we remember what the Lord is, how the Lord has taken care of us, then we can leave this earth with the assurance that we will join with Him in the heavenly. സങ്കീർത്തനം 103:21-22 വാക്യങ്ങൾ വായിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? അവന് ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി തീരുവാനിടയായി തീരണം. In verse 21 and 22, we are told in Psalms 103 that we must be ministers of His and we must do what His will pleasures us to do. മനുഷ്യന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ചെയ്യുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ സമർപ്പിക്കുന്ന എന്ന് എത്ര പേര് ഞായറാഴ്ച കടന്നു വന്നപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി തീരും? How many of you are willing to pray and submit yourselves to the Lord and say, Lord, I am willing to do what your pleasure is? Praise the Lord. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തോടൊപ്പം നടക്കുവാനിടയായി തീരും. ഹാനോക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തു, ആ ദൈവത്തോടൊപ്പം നടക്കുവാനിടയായി തീർന്നു. If we do what is pleasurable to the Lord, then we will be able to walk with Him. As we read, Enoch walked with God. ഒരു ദിവസം ഹാനോക്കിനെ ദൈവം വിളിച്ചതുപോലെ നമ്മളെയും വിളിക്കും. ഈ ലോകത്തിലെ ഓട്ടങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും തീർന്നിട്ട് യുഗായുഗം ദൈവത്തോടൊപ്പം വാഴുവാനിടയായി തീരും.
And as the Lord called up Enoch towards the heavenly realms, one day he will call us up and say, your work is done. ഇവിടെ സങ്കീർത്തന കാര്യം പറയുന്ന നമ്മുടെ ദൈവം സാധാരണ ദൈവമല്ല, സൈന്യങ്ങളുടെ യഹോവയാണ്, അവനെ വാഴ്ത്തുവാനിടയായി തീരണം. Here the psalmist reminds us that the Lord is the Lord of hosts and we must bless him continually. Praise the Lord. Hallelujah. അവൻ്റെ സകല ആധിപത്യമുള്ള സകല സൈന്യങ്ങളുമുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തു. വീണ്ടും വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നത് ആറാഴ്ച കടന്നു വന്നപ്പോൾ മൗനമായിരിക്കുവാനല്ല, ഹൃദയത്തിൻ്റെ ആഴത്തിൽ ദൈവത്തെ മഹത്വവാനും സ്തുതിക്കുവാനും ഇടയായി തീരണം. ഈ വചനങ്ങൾ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. Here the psalmist reminds us finally that we must bless the Lord in all places of his dominion, and we must bless the Lord through our souls. May the Lord bless us by these words. Praise the Lord. Hallelujah. തുടർന്നുള്ള സമയം